നമ്മൾ നോക്കുന്നത് സി പി ഒ പരീക്ഷയുമായി ബന്ധപ്പെടുത്തി പ്രീവിയസ് ഇയർ സി പി ഒ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. നോക്കിയ ചോദ്യം ഇങ്ങനെയായിരുന്നു: ചേഞ്ച് ദ ഫോളോയിങ് ഇൻറ്റു അല്ലെങ്കിൽ ഫോളോയിങ് സെൻറ്റൻസ് ഇൻറ്റു ഇൻഡയറക്റ്റ് സ്പീച്ച്. തന്നിരിക്കുന്ന ചോദ്യത്തെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ +2 ബേസ്ഡ് പരീക്ഷകളിൽ ഒന്നാണ് എന്ത് ചെയ്യും, ഫോഴ്സുമായി ബന്ധപ്പെട്ട പരീക്ഷകളെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ സ്പീച്ച് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇഫുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതാണ്. ഇത്തരം ടോപ്പിക്കുകളിൽ നിന്ന് പിന്നെ കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ പാസീവ് വോയിസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ് റിപ്പോർട്ടർ സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ദ ടീച്ചർ സെഡ് ദ എർത്ത് റിവോൾവ്സ് എറൗണ്ട് ദ സൺ എന്നതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം തന്നിരിക്കുന്ന ചോദ്യം ദ എർത്ത് റിവോൾവ്സ് എറൗണ്ട് ദ സൺ എന്നാണ്. അതൊരു നാച്ചുറൽ ട്രൂത്തിനെ സംബന്ധിക്കുന്ന സെൻറ്റൻസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നാച്ചുറൽ ട്രൂത്ത്, അല്ലായെങ്കിൽ പ്രോവർബ്, അതുമല്ലെങ്കിൽ കോട്ട്സ്, അല്ലായെങ്കിൽ സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് തിങ്സ് എന്നിവയെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകൾ റിപ്പോർട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ സെഡിനോടൊപ്പം ദാറ്റ് ചേർത്ത് ആ സെൻറ്റൻസ് മാറ്റമില്ലാതെ എടുത്തെഴുതാം. ദാറ്റ് ചേർത്ത് ആ സെൻറ്റൻസ് എന്ത് ചെയ്യാം, മാറ്റമില്ലാതെ എടുത്തെഴുതാം. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഒന്നാമത്തേല് ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എർത്ത് റിവോൾവ്ഡ് എന്നാണ് കിടക്കുന്നത്. നമുക്ക് റിവോൾവ്സ് ആണ്, അപ്പോൾ അത് വരില്ല. ഇവിടെയും റിവോൾവ്ഡ് ആണ് കിടക്കുന്നത്, വരില്ല. ഇവിടെ റിവോൾവ്സ് വന്നിട്ടുണ്ട്, വരാം. ഇവിടെ റിവോൾവിങ് ആണ്, വരില്ല. നമുക്ക് ഏതാ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ഉത്തരമായിട്ട് വരുന്നത്. നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് സാധാരണഗതിയിൽ പറയുമ്പം ഒരു റൂൾ ഓർമ്മയിലിരിക്കുക. തന്നിരിക്കുന്ന ചോദ്യത്തിൽ നമുക്ക് ഓക്സിലറി വെർബ് ഉണ്ടാന്ന് നോക്കാം. തന്നിരിക്കുന്ന ചോദ്യത്തിൽ എന്തുണ്ടാന്ന് നോക്കാം? ഓക്സിലറി വെർബ് ഉണ്ടാന്ന് നോക്കാം. ഇത് റിപ്പോർട്ടിംഗ് റൂളാണ്, ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ഓക്സിലറി വെർബ് ഉണ്ടാന്ന് നോക്കാം. ആ തന്നിരിക്കുന്ന ഓക്സിലറി വെർബ് പ്രസന്റ് ഓക്സിലറി ആണോ നോക്കാം. പ്രസന്റ് ഓക്സിലറി ആണോ നോക്കാം. എങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ ഓക്സിലറി വെർബിന് എന്താക്കി കൊടുക്കാം? പാസ്റ്റ് ആക്കി കൊടുക്കുക. തന്നിരിക്കുന്ന ഓക്സിലറി വെർബ് പ്രസന്റ് ആണെങ്കിൽ ഓക്സിലറി പാസ്റ്റ് ആക്കുക. അപ്പോൾ ഈസ് ആമ് വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഓപ്ഷനിൽ വാസ് വരുന്ന ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടാകുന്ന നോക്കണം. ആറ് വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ വേർ വരുന്ന ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടാകുന്ന നോക്കണം. ഹാസ് അല്ലെങ്കിൽ ഹാവ് വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ ഹാഡ് വരുന്ന ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടാകുന്ന നോക്കണം. ഇനി ഹാഡ് ആണെങ്കിൽ ഹാഡ് തന്നെ വരുന്ന ഓപ്ഷൻ നോക്കണം. വില്ലാണെങ്കിൽ വുഡ് വരുന്ന ഓപ്ഷൻ നോക്കണം. ഷാളാണെങ്കിൽ ഷുഡ് വരുന്ന ഓപ്ഷൻ നോക്കണം. ക്യാൻ ആണെങ്കിൽ കുഡ് വരുന്ന ഓപ്ഷൻ നോക്കണം. അതുപോലെ മേ ആണെങ്കിൽ മൈറ്റ് വരുന്ന ഓപ്ഷൻ നോക്കണം. ഈ രണ്ടാമത്തെ റൂള് തന്നിരിക്കുന്ന ചോദ്യത്തിൽ വാസ് അല്ല എങ്കിൽ അല്ലെങ്കിൽ വെയർ ഉണ്ടാകുന്ന നോക്കണം. അതിനെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാസ് വെയറിനെ മാറ്റാൻ സ്ഥാനത്ത് എന്താക്കുക? ഹാഡ് ബീൻ ആക്കുക. വാസ് വെയറിനെ മാറ്റാൻ സ്ഥാനത്ത് എന്താക്കുക? ഹാഡ് ബീൻ ആക്കുക. അപ്പോഴേക്കും റിപ്പോർട്ടാവും. അപ്പോൾ വാസ് അല്ലെങ്കിൽ വെയർ വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പം ഹാഡ് ബീൻ വരുന്ന ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടാകും. ഇനി B1 അല്ല എങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബോ ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന ഒരു ചോദ്യമാണ് കിടക്കുന്നതെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പം എന്താക്കുക? V2 ആക്കുക. ഡു ഡസ് ഒക്കെ ഒഴിവാക്കുക. V1 എസ്സിൽ അവസാനിക്കുന്ന വെർബൊക്കെ മാറ്റിയിട്ട് വെർബിനെ V2 ആക്കുക. ലാസ്റ്റ് റൂള് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന ഒരു ചോദ്യമാണ് കിടക്കുന്നതെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അതിനെന്താക്കുക? ഹാഡ് പ്ലസ് V3 ആക്കുക. ഹാഡ് പ്ലസ് V3 ആക്കുക. അപ്പോൾ വാക്ഡ് എന്നാണ് കിടക്കുന്നത്. റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പം ഹാഡ് വാക്ഡ് ആക്കി കൊടുക്കുക. ക്ലിയർ ആണോ? അപ്പോൾ ഓക്സിലറി വെർബ് പ്രസന്റ് ആണെങ്കിൽ ഓക്സിലറി പാസ്റ്റ് ആക്കുക. വാസ് അല്ലെങ്കിൽ വെയർ ആണെങ്കിൽ ഹാഡ് ബീൻ ആക്കുക. V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ എന്താക്കുക? V2 ആക്കുക. ഇനി V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ ഹാഡ് പ്ലസ് V3 ആക്കുക. അപ്പോഴേക്കും റിപ്പോർട്ടാവും. ഈ ഒരു സാധനം ഒന്ന് ഓർമ്മയിലിരിക്കുക. എല്ലാവരും ഒന്ന് കുറിച്ച് വെച്ചിരിക്കേ. അപ്പോൾ ചോദ്യങ്ങൾ നമുക്ക് അത് വെച്ചിട്ട് കണ്ടെത്താൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ചോദ്യം ഇതാണ്:
ഫൈൻഡ് ഔട്ട് ദ എറർ ആൻഡ് റീറൈറ്റ് ദ കറക്റ്റ് സെന്റൻസ്. ശരിയായിട്ടുള്ള സെന്റൻസ് കണ്ടെത്താൻ അത്രേ ഉള്ളൂ കേട്ടോ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ്, ഇത്രേ ഉള്ളൂ ചോദ്യം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ്, ശരിയായിട്ടുള്ള സെന്റൻസ് ഏത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഐ ആം വർക്കിംഗ് ഹിയർ സിൻസ് 2019, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2019, ഐ വാസ് വർക്കിംഗ് ഹിയർ സിൻസ് 2019, ഐ ഹാഡ് വർക്ക്ഡ് ഹിയർ സിൻസ് 2019. നമ്മൾ പഠിച്ചിട്ടുണ്ട് സിൻസ് അല്ല എങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ, സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ ഉത്തരം വരുന്ന ഏതാ? ഹാസ് ബീൻ. ഉത്തരമായിട്ട് വരുന്നത് ഹാസ് ബീൻ, അല്ല എങ്കിൽ ഹാവ് ബീൻ. ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING ആയിരിക്കണം. സിൻസ് ഫോർ വരുന്ന സെന്റൻസുകൾ ഉത്തരം ഏത് വരണം? ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING. അതാ സിൻസ് വരുന്ന ഒരു ചോദ്യമാണ് കിടക്കുന്നത്. 19 ഇത് ചെയ്യുന്നുണ്ട്, സിൻസ് 2019 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ഓപ്ഷൻ ബി നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ ബി ഉത്തരമായിട്ട് വരുന്നു, മറക്കരുത്. ഓക്കെ, എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ആം പ്ലസ് ING വരുന്നെങ്കിൽ നമ്മൾ ഏത് പഠിച്ചു? ആം പ്ലസ് ING വരുന്നെങ്കിൽ എങ്ങനെ പഠിച്ചു? സാത്താൻ, SATAN, സാത്താൻ പ്ലസ് SATAN, സാത്താൻ പ്ലസ് ഈസ് ആം ആറ്, ഈസ് ആം ആറ് പ്ലസ് ING. സാത്താൻ പ്ലസ് ഈസ് ആം ആറ് പ്ലസ് ING. എസ്സിൽ വരുന്ന വാക്ക് ഏതാ? സ്റ്റില്. എസ്സിൽ വരുന്ന വാക്ക് സ്റ്റില്. എ ആണെങ്കിൽ അറ്റ് പ്രസന്റ്, എയിൽ വരുന്ന വാക്കാണ് അറ്റ് പ്രസന്റ്. ടിയിൽ വരുന്ന വാക്ക് ടുഡേ, ടിയിൽ വരുന്ന വാക്ക് ഏതാ? ടുഡേ. അടുത്ത എയിൽ വരുന്ന വാക്ക് അറ്റ് ദിസ് മൊമെന്റ്, അറ്റ് ദിസ് മൊമെന്റ്. എന്നിൽ വരുന്ന വാക്ക് നൗ, അതേപോലെ റൈറ്റ് നൗ, നൗ റൈറ്റ് നൗ. ഇതിലേതെങ്കിലും വാക്കുണ്ടെങ്കിൽ ഉത്തരം ഏതാ? ഈസ് ആം ആർ പ്ലസ് ING. ഇനി സെന്റൻസിന്റെ ഒരു ഭാഗം, സെന്റൻസിന്റെ ഒരു ഭാഗം വാസ് ഓർ വെയർ, വാസ് ഓർ വെയർ പ്ലസ് ING ആണെങ്കിൽ അതിന്റെ മറുഭാഗത്ത് V2 ഉത്തരമായിട്ട് വരാം. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസുമായിട്ട് വരുന്ന ചോദ്യങ്ങൾ. V2 ഇല്ല എങ്കിൽ വാസ് ഓർ വെയർ പ്ലസ്, വാസ് ഓർ വെയർ പ്ലസ് ING തന്നെ ഉത്തരമായിട്ട് വരണം. വാസ് ഓർ വെയർ പ്ലസ് ING. അതായത് തന്നിരിക്കുന്ന സെന്റൻസിന് രണ്ട് ടെൻസുകൾ ചേർത്ത് പറയും. അപ്പോൾ ഒരു ഭാഗം വാസ് ഓർ വെയർ പ്ലസ് ING ആണെങ്കിൽ നിങ്ങൾ ഓപ്ഷനിൽ V2 ഉണ്ടെങ്കിൽ മറുഭാഗത്ത് V2 എഴുതാം. ആ V2 ഇല്ല എങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് ING. ഇനി തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഒരു ഭാഗത്ത് ഹാഡ് പ്ലസ് V3 ആണ് കിടക്കുന്നതെങ്കിൽ അതിന്റെ മറുഭാഗത്ത് വരുന്നത് V2. അപ്പോൾ തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഒരു ഭാഗത്ത് ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ അതിനോടൊപ്പം ചേരുന്ന ടെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ V2. ഇതൊക്കെ ഒന്ന് ഓർമ്മയിലിരിക്കുക, ടെൻസ് ഒന്ന് വായിച്ചു നോക്കുക. അടുത്തത് പിക്ക് ഔട്ട് ദ കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി സെന്റൻസ്. താഴെ തന്നിരിക്കുന്നതിൽ കമ്പാരിറ്റീവ് ഡിഗ്രി സെന്റൻസ് ഏത് എന്നാണ് ചോദ്യം. മൈ കാർ ഈസ് മോർ ഫാസ്റ്റ്, മോർ ഫാസ്റ്റ് ദാൻ യുവേഴ്സ്. മൈ കാർ ഈസ് ഫാസ്റ്റസ്റ്റ്, ഫാസ്റ്റസ്റ്റ് ദാൻ യുവേഴ്സ്. മൈ കാർ ഈസ് അസ് ഫാസ്റ്റർ അസ് യുവേഴ്സ്. ലാസ്റ്റ് വൺ, മൈ കാർ ഈസ് ഫാസ്റ്റർ ദാൻ യുവേഴ്സ്. അപ്പം നമുക്കറിയാം കമ്പാരറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാൻ വരണം. കമ്പാരറ്റീവ് ഡിഗ്രിയിൽ എന്ത് വരണം കൂട്ടല്ലേ? ദാൻ വരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ദാൻ വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്. ഇതാ ഇവിടെ ദാനുണ്ട്, ഇവിടെ ദാനുണ്ട്, ഇവിടെയും ദാനുണ്ട്. ഒരു ഓപ്ഷൻ നമുക്ക് വെട്ടാം. ഇനി നമുക്ക് കമ്പാരറ്റീവ് ഡിഗ്രി എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? ERൽ അവസാനിക്കുന്നതോ അല്ല എങ്കിൽ മോറിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്കുകളാണ് കമ്പാരറ്റീവ് ഡിഗ്രി. ERലോ മോറിലോ തുടങ്ങുന്ന വാക്ക്. ഇവിടെ നോക്കുക, ഇവിടെ എന്നും മോറിൽ തുടങ്ങുന്ന വാക്കുണ്ട്. ഇതാ ഇവിടെ മോർ ഫാസ്റ്റ് എന്നാണ് കിടക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെ ഫാസ്റ്റസ്റ്റ് ആണ് കിടക്കുന്നത്, വരില്ല. ഇവിടെ ഫാസ്റ്റർ ആണ് കിടക്കുന്നത്. ഇത് ഇനി ഫാസ്റ്റ് എന്നതിൻ്റെ കമ്പാരിറ്റീവ് ഫോം ഏതാ? ഫാസ്റ്റ്, ഫാസ്റ്റ്, ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ് എന്നാണ്. മോർ ഫാസ്റ്റ് എന്ന് പറയില്ല. അങ്ങനെയാണെങ്കിൽ ഏതാ ഓപ്ഷൻ? ആദ്യത്തതും വെട്ടി. നമുക്ക് ഏതാ ഉത്തരമായിട്ട് വരുന്നത്? ഏതാ? സി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. മൈ കാർ ഈസ് ഫാസ്റ്റർ, സോറി മൈ കാർ ഈസ് ഫാസ്റ്റർ അല്ല, മൈ കാർ ഈസ്, മൈ കാർ സി അല്ല, മൈ കാർ ഈസ് ഫാസ്റ്റർ ദാൻ, ഡി ഓപ്ഷൻ. മൈ കാർ ഈസ് ഫാസ്റ്റർ ദാൻ
യുവേഴ്സ്. മൈ കാർ ഈസ് ഫാസ്റ്റർ ദാൻ യുവേഴ്സ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാം? ഒരു കമ്പാരറ്റീവ് ഡിഗ്രിയിലെ സെന്റൻസുകളിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം എന്നൊന്ന് ശ്രദ്ധിച്ചോണേ. നിങ്ങൾക്ക് സോ അല്ലെങ്കിൽ അസ് കഴിഞ്ഞിട്ടാണ് ഡാഷ് കിടക്കുന്നതെങ്കിൽ നമുക്കവിടെ പോസിറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് വരും. സോ അല്ലെങ്കിൽ അസ് കഴിഞ്ഞിട്ടാണ് ഡാഷ് കിടക്കുന്നതെങ്കിൽ അവിടെ ഏത് ഡിഗ്രി ഉത്തരമായിട്ട് വരും? പോസിറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് വരും. ഡാഷ് കഴിഞ്ഞിട്ട് ദാൻ എന്ന വാക്കാണ് കിടക്കുന്നതെങ്കിൽ അവിടെ കമ്പാരറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് വരും. ദാ കഴിഞ്ഞിട്ടാണ് ഡാഷ് കിടക്കുന്നതെങ്കിൽ അവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് വരും. ഇനി ഇവ എങ്ങനെ കണ്ടെത്താം? ഇപ്പൊ അഡ്ജക്റ്റീവുകൾ യാതൊരു മാറ്റവും ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പോസിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവുകളായിരിക്കും. എന്നാൽ ER അവസാനിക്കുന്നതോ അല്ല എങ്കിൽ മോറിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള രീതിയിലാണ് അഡ്ജക്റ്റീവിനെ പറയുന്നതെങ്കിൽ അത് കമ്പാരറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ്. ഇനി EST അവസാനിക്കുന്നതോ അല്ല എങ്കിൽ മോസ്റ്റിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്കുകളാണ് വരുന്നതെങ്കിൽ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവുകൾ ആയിരിക്കും. നമുക്ക് ഇതൊന്നും ഓർമ്മയിലിരിക്കാം. അടുത്ത ചോദ്യം നോക്കിയേ. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാനാണ്. നമുക്കറിയാം ലെറ്റ്സ് അതുപോലെ ലെറ്റസിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ ലെറ്റസിൽ തുടങ്ങുന്ന സെന്റൻസുകളാണെങ്കിൽ ടാഗ് കോമൺ ടാഗ് ഏതാ? ഷാൾ വി ടാഗ് ആയിട്ട് ഉപയോഗിക്കാം. എന്തുപയോഗിക്കാം? ഷാൾ വി ടാഗ് ആയിട്ട് ഉപയോഗിക്കാം. എന്നാൽ ലെറ്റ് മീൽ തുടങ്ങുന്ന സെന്റൻസുകളാണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് വിൽ യു ആണ്. ലെറ്റ് മീൽ തുടങ്ങുന്ന സെന്റൻസുകളാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് കോമൺ ടാഗ് ആണ് വിൽ യു. എന്നാൽ ലെറ്റ് ഹിം അതുപോലെ ലെറ്റ് ഹർ ലെറ്റ് ദം എന്നിവയിൽ തുടങ്ങുന്ന സെന്റൻസുകളാണെങ്കിൽ അവയ്ക്കും കോമൺ ടാഗ് ആണ് ഏതാ? വിൽ യു. അവിടെയും കോമൺ ടാഗ് ആയിട്ട് വരുന്നത് വിൽ യു ആണ്. ലെറ്റസ് അല്ലെങ്കിൽ ലെറ്റ്സ് പ്ലീസ് വരുന്ന സെന്റൻസുകളാണ്. ലെറ്റസ് പ്ലീസ് ഒക്കെ വരുന്ന സെന്റൻസുകളാണെങ്കിൽ അവിടെ ഉത്തരം ഏതാ? വിൽ യു. ലെറ്റസ് കഴിഞ്ഞിട്ട് പ്ലീസ് എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിലും ഉത്തരം ഏതാ? വിൽ യു. ഇനി ഓക്സിലറി വെർബുകൾ ഇല്ലാത്ത സെന്റൻസുകളാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടെത്താന്ന് പറഞ്ഞു? വെർബ് കണ്ടെത്തുക. വെർബിനനുസരിച്ച് ഓക്സിലറി കണ്ടെത്തുക. വെർബ് V1 ആണെങ്കിൽ ഡു എന്ന ഓക്സിലറി വെച്ച് ടാഗ് ചെയ്യാം. വെർബ് എസ്സിൽ അവസാനിക്കുന്ന വെർബുകളാണെങ്കിൽ ഡസ് എന്ന ഓക്സിലറി വെച്ചിട്ട് ടാഗ് ചെയ്യാം. വെർബ് V2 ആണെങ്കിൽ ഡിഡ് എന്ന ഓക്സിലറി വെച്ചിട്ട് ടാഗ് ചെയ്യാം. ഇതൊന്നും ഓർമ്മയിലിരിക്കാം. അപ്പോൾ വെർബുകൾ ഓക്സിലറി വെർബ് ഇല്ലാത്ത സെന്റൻസുകളാണെങ്കിൽ ഡു ഡസ് ഡിഡ് വെച്ചിട്ട് ടാഗ് ചെയ്യാം. തന്നിരിക്കുന്ന സെന്റൻസ് ഒരു പോസിറ്റീവ് സെന്റൻസുകളാണെങ്കിൽ എന്ത് ടാഗ് ചെയ്യണം? നെഗറ്റീവ് ടാഗ് ആണ് ചെയ്യേണ്ടത്. നെഗറ്റീവ് ടാഗിന്റെ ഫോർമാറ്റ് എങ്ങനെയാ? ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്സിലറി വെർബ് നോട്ട് സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി തന്നിരിക്കുന്ന ഒരു നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ എന്ത് ടാഗ് ചെയ്യണം? പോസിറ്റീവ് ടാഗ് ആണ് ചെയ്യേണ്ടത്. പോസിറ്റീവ് ടാഗിന്റെ ഫോർമാറ്റ് എങ്ങനെയാ? ഓക്സിലറി വെർബ് അതുപോലെ സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്സിലറി വെർബ് സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓർമ്മയിലിരിക്കുക. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഏത് വന്നിട്ടുണ്ട്? ലെറ്റസ് വരുന്ന സെന്റൻസ് ആണ്. ലെറ്റ്സ് വരുന്ന സെന്റൻസ് പ്ലീസ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ടാഗായിട്ട് ഏത് ഉപയോഗിക്കാം? ഷാൾ ബി ടാഗായിട്ട് ഉപയോഗിക്കാം. ഏത് ഉപയോഗിക്കാം? ഷാൾ ബി ഇവിടെ ടാഗായിട്ട് ഉപയോഗിക്കാം. അടുത്ത ചോദ്യം നോക്കിയേ. ചോദ്യം ഇതാണ്. ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ ഷീ ഡാഷ് പാസ്ഡ് ദ എക്സാം. വുഡ് ഉണ്ട്, വില്ലുണ്ട്, വുഡ് ഹാവ് ഉണ്ട്, ഹാഡ് ഉണ്ട്. ഏതാ? ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3 വന്നാൽ മറുഭാഗത്ത് ഉത്തരമായിട്ട് വരുന്നത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ? സി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഇഫിന്റെ 3 റൂൾ എന്ന് പറഞ്ഞ എന്നോടൊപ്പം ഇഫ് കഴിഞ്ഞിട്ട് ഏതൊക്കെ വരാം? ഇഫ് കഴിഞ്ഞിട്ട് V1 അല്ല എങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് അല്ലെങ്കിൽ ഏതൊക്കെ ഓക്സിലറി വരാം? ഡു വരാം, ഡസ് വരാം, ഈസ്, ആം, ആറ്, അതുപോലെ ഹാസ്, ഹാവ്. ഇതിലേതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഉത്തരം ഏതാ? വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1. വില്ല്, ഷാള്, ക്യാന്, മേ പ്ലസ് V1. ഇഫിന്റെ രണ്ടാമത്തെ റൂൾ ഏതാ? ഇഫിന്റെ രണ്ടാമത്തെ റൂള് ഇഫ് കഴിഞ്ഞിട്ട് V2 വരാം, അല്ലെങ്കിൽ ഡിഡ്,
അല്ലെങ്കിൽ ഏതൊക്കെ വരാം? വാസ് അല്ലെങ്കിൽ വേർ വരാം. വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഏതാ ഉത്തരം? വുഡ് വരാം. വുഡ്, അതുപോലെ ഷുഡ്, കുഡ്, മൈറ്റ്. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഉത്തരമായിട്ട് വരും. ഇഫിന്റെ മൂന്നാമത്തെ റൂൾ ഏതാ? ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ, ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് ഏത് വരാം? വുഡ് വരാം, ഷുഡ് വരാം, കുഡ് വരാം, മൈറ്റ് വരാം പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഹാവ് പ്ലസ് V3 വരും. ഓക്കെ, ഇതൊന്ന് ഓർമ്മയിലിരിക്കുക. ഇഫ് ക്ലോസ് വളരെ പ്രധാനം ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ. സെലക്ട് ദ കറക്റ്റ് സെലക്ട് ദ സെന്റൻസ് വിത്ത് കറക്റ്റ് കളക്റ്റീവ് നൗൺ. താഴെ തന്നിരിക്കുന്ന സെന്റൻസിൽ ഉചിതമായിട്ടുള്ള കളക്റ്റീവ് നൗൺ ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസ് ഏതെന്നാണ് ചോദ്യം. എന്താണ് ഈ കളക്റ്റീവ് നൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൗണുകളുടെ കൂട്ടങ്ങൾക്ക് പറയുന്നു. നോക്കിയോ, ഒന്നാമത്തത് എ പ്രൈഡ് ഓഫ് ലയൺ റോംഡ് ഇൻ ദി ഫോറസ്റ്റ്. ഇവിടെ നോക്കിയേ, പ്രൈഡ് എന്ന് പറയുന്നത് ലയണിന്റെ കളക്റ്റീവ് നൗൺ തന്നെയാണ്, അത് ശരിയാണ്. രണ്ടാമത്തെ നോക്കാം, ഫ്ലീറ്റ് ഓഫ് കൗസ്. എന്നാൽ കൗവിന്റെ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് ഹേർഡ് ആണ്. കൗവിന്റെ കളക്റ്റീവ് നൗൺ ഏതാ? ഹേർഡ് ഓഫ് കൗസ് എന്നാണ് പറയുന്നത്, ഫ്ലീറ്റ് ഓഫ് എന്ന് പറയാറില്ല. അപ്പൊ അത് തെറ്റാണ്. എന്നാൽ ഫ്ലീറ്റ് ഓഫിനകത്ത് വരുന്ന വാക്കുകൾ ഏതൊക്കെയാ? ഫ്ലീറ്റ് ഓഫിനകത്ത് വരുന്ന വെഹിക്കിൾസ് ആണ്. ബസ്, കാറ്, ലോറി, ഷിപ്പ്, ട്രെയിൻ ഒക്കെയാണ് വരുന്നത്. ഇനി അടുത്ത് നോക്കിയേ, എ ബണ്ടിൽ ഓഫ് ബേർഡ്സ് ഫ്ലൂ ഇൻ ദ എയർ. ഇവിടെ ബണ്ടിൽ എന്ന് പറയുന്നത് ബേർഡിന്റെ കളക്റ്റീവ് നൗൺ അല്ല. ബേർഡിന്റെ കളക്റ്റീവ് നൗൺ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്നാണ് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്. എന്നാൽ ബണ്ടിൽ ഓഫ് ആണെങ്കിൽ വക്യൂലിന്റെ കളക്റ്റീവ് നൗൺ ആണ് ബണ്ടിൽ എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, ട്രൂപ്പ് ഓഫ് ഫിഷിന്റെ കളക്റ്റീവ് നൗൺ ട്രൂപ്പ് അല്ല, ഷോൾ എന്ന് പറയാം, അതുപോലെ ക്യാച്ച് എന്ന് പറയാം, സ്കൂള്, അതുപോലെ ഔൾ, HAUL, ഔൾ ഓഫ് ഫിഷ്, HAUL, ഔൾ ഓഫ് ഫിഷ്. ഇപ്പൊ സ്കൂൾ ഓഫ് ഫിഷ് പറയാം, ഷോൾ ഓഫ് ഫിഷ് പറയാം, ക്യാച്ച് ഓഫ് ഫിഷ് പറയാം, ഔൾ ഓഫ് ഫിഷ് എന്ന് പറയാം. പക്ഷെ ട്രൂപ്പ് ഓഫ് ഫിഷ് അല്ല. ട്രൂപ്പ് ഓഫിനകത്ത് വരുന്ന മങ്കിയാണ്. മങ്കി, ഗൊറില്ല, ചിമ്പാൻസി, ഒറാങ്കുട്ടൻ ഇതിന്റെയൊക്കെ കളക്റ്റീവ് നൗൺ ആണ് ട്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ, പ്രൈഡ് ഓഫ് ലയൺ, പീകോക്ക് എന്നിവയുടെയൊക്കെ കളക്റ്റീവ് നൗൺ പ്രൈഡ് എന്നാണ്. അടുത്ത ചോദ്യം നോക്കിയേ. A person who does not believe in the existence of God is called a dash. അപ്പോൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം. ദൈവത്തെ വിശ്വസിക്കാത്ത ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ്? തീസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസി എന്ന അർത്ഥത്തിൽ പറയുന്നു. ഫാക്ടലിസ്റ്റ്, വിധിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ എന്ന അർത്ഥത്തിൽ പറയുന്നു. ഏത്തീസ്റ്റ് എന്ന് പറയുന്നു. ഏത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദി, ദൈവവിശ്വാസി അല്ല. എഗനോസ്റ്റിക് എന്ന് പറയുന്നത് സംശയാലുക്കൾ, വിശ്വാസങ്ങളില്ലാത്തത് എന്നൊക്കെ പറയുന്നു. നമുക്ക് കറക്റ്റായിട്ട് വരുന്നത് ഏത്തീസ്റ്റാണ്. ഇപ്പോൾ തീസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിലീവ് ഇൻ ഗോഡ്, ഏത്തീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ബിലീവ് ഇൻ ഗോഡ്. മോണോതീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മോണോതീസ്റ്റ്, ബിലീവ് ഇൻ വൺ ഗോഡിന് പറയുന്ന പേരാണ് മോണോതീസ്റ്റ്. എന്നാൽ പോളിതീസ്റ്റ് എന്ന് പറഞ്ഞാലാ ബിലീവ് ഇൻ മെനി ഗോഡ്, ധാരാളം ദൈവങ്ങളെ വിശ്വസിക്കുന്നതിന് പറയുന്ന പേരാണ് പോളിതീസ്റ്റ് എന്നാണ് പറയുന്നത്. തിയോമാനിയ എന്ന് പറഞ്ഞാൽ എന്താ? റിലീജിയസ് മാഡ്നെസ്സിന് പറയുന്ന പേരാണ് തിയോമാനിയ എന്നാണ് പറയുന്നത്. റിലീജിയസ് മാഡ്നെസ്സിന് പറയുന്ന പേരാണ് തിയോമാനിയ എന്നാണ് പറയുന്നത്. എന്നാൽ ദൈവത്തെ പേടിക്കുന്നതിന് പറയുന്ന പേരാണ് തിയോഫോബിയ. ഫിയർ അബൌട്ട് ഗോഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഫിയർ ടു ഗോഡ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് തിയോഫോബിയ എന്നാണ് പറയുന്നത്. തിയോഫോബിയ എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർമ്മയിലിരിക്കുക. അടുത്ത് നോക്കിയേ, അബണ്ടന്റ് എന്നതിൻ്റെ അന്റോണിം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അബണ്ടന്റ്, പ്ലെന്റി, ധാരാളം എന്നാണ്. ഇപ്പം എക്സസ് എന്ന് പറഞ്ഞാൽ അധികം, കൂടുതലെന്നും, ആംപിൾ എന്ന് പറഞ്ഞാലും കൂടുതൽ എന്നർത്ഥത്തിലും, സ്കാൻറ്റി എന്ന് പറഞ്ഞാൽ കുറവ്, ഓവർഫ്ലോയിങ് കൂടുതലായിട്ട് പുറത്തേക്ക് പോകുന്നു, ഓവർഫ്ലോ ചെയ്യുന്നു, കൂടുതൽ എന്നർത്ഥത്തിൽ. നമുക്ക് ഏതാ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്? സ്കാൻഡി. സി ഓപ്ഷൻ സ്കാൻഡി ആണ്. ബാക്കിയെല്ലാം അതിൻ്റെ സിനോണിമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ, കറക്റ്റ് ദ സ്പെല്ലിംഗ് എന്നാണ്. താഴെ തന്നിരിക്കുന്ന മിസ്സലേനിയസ് എന്നതിൻ്റെ സ്പെല്ലിംഗ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്, മിസ്സലേനിയസ്. ഓപ്ഷൻ എ, MISCELLANEOUS, മിസ്സലേനിയസ്. ഓക്കെ, അത്യാവശ്യം PYQ ചോദിച്ചിട്ടുള്ള
സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്, സ്പെല്ലിംഗ് ചോദിച്ചിട്ടുള്ള വാക്കുകളുടെ സ്പെല്ലിംഗ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു വയ്ക്കുക. അടുത്ത് നോക്കിയേ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് പ്രിപ്പോസിഷൻ ആണ്. ദ മിനിസ്റ്റർ presided dash the meeting. The minister presided dash the meeting. Over ഉണ്ട്, അറ്റുണ്ട്, ഇന്നുണ്ട്, ബൈ ഉണ്ട്. പ്രിസൈഡഡ് എന്ന വാക്ക് കഴിഞ്ഞാൽ അതിനോടൊപ്പം ചേരുന്ന പ്രിപ്പോസിഷൻ എന്ന് ചോദിച്ചാൽ ഓവർ. പ്രിസൈഡഡ് ഓവർ ദ മീറ്റിംഗ് എന്നാണ് പറയുന്നത്. പ്രിസൈഡഡ് ഓവർ ദ മീറ്റിംഗ്. ഈ ഓവർ എന്ന് പറഞ്ഞ ഒന്നിന് മുകളിലൂടെയുള്ള ചലനത്തെ സൂചിപ്പിക്കാൻ നമ്മൾ ഓവർ ഉപയോഗിക്കുന്നു. പിന്നെ അതേപോലെ അറ്റ് എന്ന് പറഞ്ഞ കൃത്യസമയം, കൃത്യസ്ഥലം, വയസ്സ്, എണ്ണം, തൂക്കം, സ്പീഡ്, ആഘോഷങ്ങൾ എന്നിവയ്ക്ക് മുന്നിൽ അറ്റ് ഉപയോഗിക്കും. ഇന്നെന്ന് പറഞ്ഞാലോ ഒന്നിനുള്ളിൽ എന്നർത്ഥം. മാസം, വർഷം, സീസൺ എന്നിവയ്ക്ക് മുന്നിൽ ഇന്ന് ഉപയോഗിക്കാം. ഇനി ബൈ എന്ന് പറഞ്ഞാലോ വാഹനങ്ങളുടെ പേരിന് മുന്നിൽ ബൈ ഉപയോഗിക്കാം. ഏത് വാഹനങ്ങൾ? ഡോറുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ മൂടിയുള്ള വാഹനങ്ങൾ. ബൈ ബസ്, ബൈ കാറ്, ബൈ ഷിപ്പ്, ബൈ ട്രെയിൻ, ബൈ എയ്റോപ്ലെയിൻ ഇങ്ങനെയൊക്കെ ഉള്ളതിന് മുന്നിൽ ബൈ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള CPO പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ആ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ ഇന്ന് തന്നെ ആ ചോദ്യം എന്നോടൊപ്പം ചെയ്യുകയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ആ ടോപ്പിക്കുകളൊന്ന് റിവൈൻഡ് ചെയ്യുകയും കൂടെ ചെയ്യുക. ഈ പറഞ്ഞ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് PYQ കൂടെ ഒന്ന് ചെയ്തു നോക്കുക. നമ്മൾ ചാനലിൽ PYQ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് വെച്ച് ചെയ്തു നോക്കാം. അല്ല എങ്കിൽ സ്വന്തമായിട്ട് കുറച്ച് PYQ ഓരോ ഇഫ് ക്ലോസുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ അതേപോലെ റിപ്പോർട്ട് സ്പീച്ചുമായി ബന്ധപ്പെട്ടത്, പിന്നെ അതേപോലെ ടെൻസുമായി ബന്ധപ്പെട്ടത്, കോൺകോഡുമായി ബന്ധപ്പെട്ടത്, ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, താങ്ക് യു.